Daniel. The need and importance of the primary education. പ്രൈമറി എഡ്യൂക്കേഷന്റെ ആവശ്യവും പ്രാധാന്യവും. ഫസ്റ്റ് പോയിന്റ് എന്താ വരുന്നത്? മനഃശാസ്ത്രപരമായ കാരണങ്ങൾ, സൈക്കോളജിക്കൽ നീഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് ഈ ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. ഇനി നമ്മൾ അതിന്റെ ആവശ്യവും പ്രാധാന്യവുമാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സ്, മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം. നോർമലി നമ്മൾ പറയുന്ന ആ രീതിയിൽ തന്നെ ഒരു ശിശുവിന്റെ ആദ്യ 5 വർഷം 0 to 6, 6 വയസ്സിനുള്ളിലുള്ള കാലഘട്ടം, 6 വയസ്സിന് ശേഷമല്ല, 6 വയസ്സിനുള്ളിലുള്ള കാലഘട്ടമാണ്. രണ്ടാമത്തെ ചാപ്റ്റർ. അതെ, സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ കഴിഞ്ഞത്? സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 0 to 6, ആ ഒരു 5 വർഷത്തെ കാലയളവ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പഠനമായിട്ട്, അതായത് കുട്ടികളുടെ ഇൻഫാന്റ് മുതൽ KG വരെയുള്ള പഠനം, അതിനെ സംബന്ധിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളത്. ആരുടെ വോയിസ് അൺമ്യൂട്ട് കേട്ടോ, അൺമ്യൂട്ട് ആക്കല്ലേ. ഈ ഒരു വർഷങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പഠന വിധേയമായിട്ടുള്ള ലൈഫ് സർക്കിൾ. ഒരു കുഞ്ഞിന്റെ, ശിശുവിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അതായത് ആ കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി രൂപീകരിക്കപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. 0 to 6, ഒരു 6 വയസ്സിനുള്ളിലായിട്ട് ആ കുഞ്ഞ് ആരായി തീരണം വരെ ഡിസൈഡ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു കാലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോട്ടോ എടുത്ത് വിടട ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാള്. ഞാൻ ബാക്ക് പോയി കഴിഞ്ഞാല് പിന്നെ പോസ്റ്റ് പോവും. ഇട്ടോ? ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, എന്നാ പിന്നെ പറയുന്നത് എളുപ്പമാണ്. മാമിന്റെ സൗണ്ട് സ്റ്റെക്കായി വരുന്നുണ്ടല്ലോ. വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ഈ ഒരു കാലഘട്ടത്തെ ഫിലോസഫേഴ്സ് വളരെ വ്യക്തമായിട്ട് ഡെഫിനേഷൻ കൊടുത്തൊരു കാലമാണ് ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രീ KG, KG, UKG ആണ് വരുന്നത്. അതായത് പ്രീ KG, LKG, UKG, ഇതാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപം. ദെൻ ജനനം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിനെയാണ് ശൈശവഘട്ടം, ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ലൈഫ് സർക്കിളിൽ അടുത്ത ചാപ്റ്റർ മിസ് എടുക്കുന്നപ്പോ സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് നമ്മള് പേജ് നമ്പർ ചാപ്റ്റർ കൂടിയാ, ഫുള്ള് കഴിഞ്ഞിട്ടില്ലല്ലോ. ഫുള്ള് കഴിഞ്ഞില്ല. അതെ, ചാപ്റ്റർ വൈസ് അധ്യായം 2 എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. ഞാൻ ഹെഡിങ് പറഞ്ഞില്ലേ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യവും പ്രാധാന്യവും. പേജ് നമ്പർ 5 കേട്ടോ. ഇനി ഈ ഒരു ശൈശവ കാലഘട്ടത്തിൽ, അതായത് ഏർലി ചൈൽഡ്ഹുഡിന്റെ ഘട്ടത്തില് ശിശുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങള്, ശേഷികൾ തുടങ്ങിയവ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നോർമലി നമ്മൾ ജനിച്ചൊരു കുഞ്ഞിന് നമുക്ക് അവന്റെ ആവശ്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കുഞ്ഞ് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ അപ്പിയിടാനോ ഫുഡിനാണോ
അല്ലെങ്കിൽ വയറ് വേദനിക്കുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്നൊക്കെ കുഞ്ഞിന്റെ കരച്ചിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഫിലോസഫേഴ്സും വാച്ച് ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ, കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് വിശപ്പ് ശമിക്കണം, അതാണ് അവരുടെ ആവശ്യം. പക്ഷെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവർക്ക് കളിക്കണം, വിശപ്പുണ്ടാവും, കൂടെ കളിയും കൂടെ ഉണ്ടാവും. പിന്നീട് അവർക്ക് പല രീതിയിലുള്ള ശേഷികൾ ഡെവലപ്പ് ചെയ്യാണ്. വെയിറ്റ് എടുക്കാനും ഓടിക്കളിക്കാന് നടക്കാന് ദെൻ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ശേഷികൾ കുഞ്ഞുങ്ങൾ കൈവരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനൊത്ത വികസനം കൈവരിക്കാന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വീട്ടിലാണെങ്കിലും അതുപോലെ കുഞ്ഞ് നമ്മൾ നഴ്സറിയിലാണെങ്കിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സെൻസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും മെറ്റീരിയൽസും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം അംഗൻവാടികളിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നഴ്സറികളിലാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാണ്. ആ ഒരു സിസ്റ്റം നമ്മൾ അവിടെ പ്രിപ്പയർഡ് ആക്കിയിട്ട് വെക്കുകയാണ്, എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവിടെ ഓരോന്നും വിഷ്വലി ആയിട്ടും അതുപോലെ ടച്ച് ചെയ്തിട്ട് ദെൻ ടേസ്റ്റ് ചെയ്തിട്ട് സ്മെൽ ചെയ്തിട്ട് കേട്ടിട്ട് ഇങ്ങനെ 5 സെൻസും കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിലെ ഡെവലപ്മെന്റൽ പ്രോസസ്സ്. ഈ ഡെവലപ്മെന്റൽ പ്രോസസ്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ കുഞ്ഞിന്റെ ഈ കാലഘട്ടത്തിലുള്ള വളർച്ചയോടൊപ്പം തന്നെ വികാസവും ഉണ്ടായിരിക്കുള്ളൂ, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്. ദെൻ ഈ ഒരു കാലഘട്ടത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ്, വിദ്യാഭ്യാസത്തെയാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കണമെന്നാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ആവശ്യം, ആധുനികവാദം എന്ന് പറയുന്നുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, എംപവർമെന്റ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നുള്ള കുറേ സിസ്റ്റം നമുക്ക് ഇവിടെ ഡെവലപ്പായി വരുന്നുണ്ട്. രണ്ടാമത്തത് വരുന്നത് ശിശുക്കളുടെ താല്പര്യങ്ങൾ വളർത്താനുള്ള ഹെൽപ്സ് ഓഫ് ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ ഓഫ് ചിൽഡ്രൻ. കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങൾ വളർത്തുക. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശിശുക്കളുടെ ഭാവനയുണർത്തുന്നതിന് ഉതകുന്ന നിരവധി സന്ദർഭങ്ങൾ ഒരുക്കുന്നു. സ്വയം പരിശോധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിരവധി പുതിയ താല്പര്യങ്ങൾ വളരുന്നു. അപ്പൊ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ നോർമലി നമ്മൾ ഒരു ടീച്ചറായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്ക് അക്ഷരങ്ങളാണോ പറഞ്ഞു കൊടുക്കുക? അല്ലല്ലോ. റൈംസിലൂടെയും സ്റ്റോറിയിലൂടെയും നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടെ ഈസിയാക്കും. ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഡേ തന്നെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ പോവാ, എല്ലാവരും സ്ലേറ്റ് എടുത്തോ പെൻസിൽ എടുത്തോ അല്ലെ ബുക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ അവരുമായിട്ട് ഒരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഒരു ലവ് ആൻഡ് കെയർ എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടൊരു ബോണ്ട്, ഒരു സെക്കൻഡ് മദർ എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ നമ്മളെ മീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാനിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നല്ല ക്ലാസ്സിൽ ഇരിക്കേണ്ട, വീട്ടിലോട്ട് പോകണം, മമ്മി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും മക്കൾ. അപ്പൊ നോർമലി കുഞ്ഞുങ്ങൾ കരയും, ഫസ്റ്റ് ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് തന്നെ കരയും. പക്ഷേ കരഞ്ഞാലും ഏകദേശം ഒരു 2 വീക്സ് മാക്സിമം പോയാൽ 2 വീക്സ്, 1-2 ദിവസം കൊണ്ട് കരച്ചിൽ നിർത്തുന്ന മക്കളുണ്ട്. ചില കുട്ടികൾ കുറച്ചുകൂടെ ലോങ് ആയിട്ട് പോകും. എന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് ഒരു ദിവസം സ്കൂളില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നെന്താ മിസ് സ്കൂളില്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ 2 ദിവസം അവധി, സാറ്റർഡേ സൺഡേ മൺഡേ ദെൻ ട്യൂസ്ഡേ, നമുക്ക് 4 ദിവസമാണ് അടുപ്പിച്ച് അവധി വന്നത്. അപ്പോഴേക്കും ഇന്നും കിട്ടി, കോഴിക്കോട് ജില്ലക്ക് ഇന്നും കിട്ടി 5 ദിവസം. ഈ 5 ദിവസത്തെ അവധി വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ചോദിക്കാൻ തുടങ്ങി, എന്താ മിസ് ഇപ്പൊ സ്കൂളില്ലാത്തത്?
എന്താ സ്കൂളിലേക്ക് വരണ്ട പറയുന്നത്? കാരണം അവർക്ക് സ്കൂളിലോട്ട് വരണം. അവർക്ക് സ്കൂളിലോട്ട് വരണം, അവരുടെ ഫ്രണ്ട്സിനെ കാണണം, അവരുടെ ടീച്ചറുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഒരു സെക്കൻഡ് മദർ ആയിട്ട് ടീച്ചർ മാറുമ്പോൾ അവരുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം നമ്മുടെ അടുത്ത് വന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മക്കള് നഴ്സറി പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ A to Z കാര്യങ്ങൾ ആ ടീച്ചറുടെ അടുത്തുണ്ടാവും. കുഞ്ഞിന്റെ വായിലൂടെ കേട്ട കാര്യങ്ങൾ. തലേ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എപ്പോ പോയി, എങ്ങനെ പോയി, ഏത് ഡ്രസ് ഇട്ടു, എന്ത് കഴിച്ചു, എപ്പോ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കുഞ്ഞുങ്ങൾ വന്ന് ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യും. അത്രയും ഒരു ബോണ്ടിങ് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഈ ഒരു ബോണ്ടിങ് നമ്മൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിൽ ആവശ്യമായിട്ടുള്ള അവരുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമേ അവരുടെ ഉള്ളിലുള്ള ഇമാജിനേഷൻ പവർ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ ഭാവന പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇത്തരം കാര്യങ്ങൾ, അതായത് കുഞ്ഞുങ്ങളുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളും നമ്മൾ സ്വയം ഉണ്ടാക്കി കൊടുക്കണം. ഒരു കളറിംഗ് കോമ്പറ്റീഷനിൽ എല്ലാവർക്കും കൊടുത്തത് ആപ്പിളാണ്. ആപ്പിളിന്റെ ഔട്ട്ലൈൻ ആണ് കൊടുത്തത്. ക്രയോൺസും അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 12 ക്രയോൺസ് ഉണ്ട്. ഈ 12 ക്രയോൺസില് ഏറ്റവും കൂടുതലായിട്ട് ആ ആപ്പിളിനെ ഒബ്സർവ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ അവൻ കൃത്യമായിട്ട് ആപ്പിളിന്റെ കളറിലുള്ള റെഡ് ഔട്ട്ലൈനിൽ കൊടുത്തിട്ട് പതിയെ പതിയെ ഷെയ്ഡ് കൊടുക്കാൻ തുടങ്ങും. താഴ്ഭാഗവും നന്നായിട്ട് റെഡ് കൊടുത്തിട്ട് മുകൾ ഭാഗത്തേക്ക് ഒരു ലൈറ്റ് ഓറഞ്ച് ആ ആപ്പിൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചൊരു കുട്ടിയാണെങ്കിൽ കൊടുക്കും. പക്ഷെ വേറെ കുട്ടികൾ, ഇപ്പൊ 12 ക്രയോൺസ് ഉണ്ട്, ആ 12 ക്രയോൺസിലും എല്ലാ കളറും എടുത്തിട്ട് വരുതി നോക്കുന്ന കുട്ടികളുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കളർ മാത്രം, ഇപ്പൊ റെഡ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കളർ മാത്രം ചൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും. ഒരു കുട്ടി ചെയ്ത അതേ രീതിയിൽ മറ്റൊരു കുട്ടി ഒരിക്കലും നമുക്ക് കളറിങ് ചെയ്ത് തരില്ല. ഡിഫറെന്റ് ആണ്. അത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അവരുടെ മൈൻഡ്, അവര് ആപ്പിൾ എന്ന ഒരു കൺസെപ്റ്റ് ഏത് രീതിയിലാണ് അവർ കണ്ടത് എന്നുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് നമ്മൾ ആ പേപ്പറിൽ കാണുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ആപ്പിളിന്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ആപ്പിൾ കാണിച്ചു കൊടുക്കുക. ദിസ് ഇസ് ആൻ ആപ്പിൾ. എന്നിട്ട് അതിന്റെ കളറിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതിന്റെ ഷേപ്പിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇനിയിപ്പോ ഒരു ഹാഫ് കട്ട് ചെയ്തിട്ട് ഒരു ആപ്പിളിന്റെ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് കട്ട് ചെയ്ത ഭാഗത്ത് സെൻട്രൽ 2-3 സീഡ് ഉണ്ടായിരിക്കും. ദെൻ ചെറിയൊരു സർക്കിൾ ഉണ്ടായിരിക്കും. പിന്നെ ഔട്ട്ലൈൻ ആയിട്ട് ഒരു റെഡ് കളർ ഉണ്ടായിരിക്കും. ദെൻ ഒരു ഓഫ് വൈറ്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളൊരു ചിത്രത്തില് ക്രയോൺസ് കൊണ്ട് ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത കളറിൽ തന്നെ മിക്ക കുട്ടികളും ചെയ്യും. വളരെ ചുരുങ്ങിയ 1-2-3 കുട്ടികൾ മാത്രമേ അതിൽ നിന്നും ഒന്ന് മാറിയിട്ട് കൊടുക്കുള്ളൂ. ക്ലിയർ അല്ലേ? അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. എന്ത് കാര്യം കൊടുക്കുകയാണെങ്കിലും നമ്മൾ എന്താണോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ആ കാര്യം അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അറിവ് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം മാത്രമേ അതിന് പ്രാക്ടിക്കലൈസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ പ്രാക്ടിക്കലൈസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ഇങ്ങനെ ആണ്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടീച്ചിങ് എയ്ഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിൽ അവരുടെ ഇമാജിനേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ടീച്ചിങ് എയ്ഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൂന്നാമത്തത് വരുന്നത് തൊഴിൽ ചെയ്യുന്ന അമ്മമാർക്ക് സഹായകം. ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം
ഹെൽപ്സ് വർക്കിംഗ് മദേഴ്സ്. നോർമലി 10 മണിക്ക് പോയി 4 മണിക്കാണ് പല അമ്മമാരും വീട്ടിലോട്ട് തിരിച്ചെത്തുന്നത്. അപ്പൊ ഈ അംഗൻവാടി പോലുള്ള KG പോലുള്ള വിദ്യാഭ്യാസം, ഏർലി ചൈൽഡ്ഹുഡ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ നോർമലി ഉള്ള സ്കൂൾസ് ആണെങ്കിൽ 10 to 4 എന്നുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതല്ല, ഇനിയിപ്പോൾ ഡേ കെയർ സിസ്റ്റം ഉണ്ട്. ഡേ കെയർ സിസ്റ്റത്തിലാണെങ്കിൽ അമ്മമാരുടെ ടൈമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ 6 to 6 ഉണ്ട്, 8 to 8 ഉണ്ട്, 7 to 7, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം കാറ്റഗറി ചൂസ് ചെയ്യാം. അപ്പൊ അവിടെ വർക്ക് ഈ അമ്മമാരുടെ വർക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്തരം സിസ്റ്റം. ഗൃഹകാര്യങ്ങൾ മുഴുകേണ്ടി വരുന്ന അമ്മമാർക്ക് ശിശുക്കളെ വേണ്ടത്ര പരിചരിക്കാൻ പറ്റാറില്ല. ശിശുക്കൾ പ്രീ പ്രൈമറി സ്കൂൾ പോയാൽ അച്ഛനമ്മമാർക്ക് ശ്രദ്ധാപൂർവ്വം തങ്ങളുടെ ജോലികൾ ചെയ്യാം. ശിശുക്കൾക്ക് നല്ല വികസനാന്തരീക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം വർക്കിംഗ് മദേഴ്സ് എന്ന് പറഞ്ഞാല് പുറത്ത് ഓഫീസിലേക്ക് പോയി വർക്ക് ചെയ്യുന്നവർ മാത്രം എന്നുള്ള ഉദ്ദേശിക്കേണ്ട. വീട്ടില് ജോലികളില്ലേ. ഇപ്പൊ ഇന്നലെ എൻ്റെ ഡേ കെയറിലോട്ട് ഒരു KG പഠിക്കുന്ന ഒരു കുഞ്ഞിനെ വേറെ സ്കൂളിലാണ്, ഇത്തിരി ദൂരെയാണ്, അവർ കൊണ്ടുവിട്ടിട്ട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ അവധി ആയതുകൊണ്ടാണ് സ്കൂളിലോട്ട് വിടാൻ വയ്യ. ആള് പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇന്നലെ അവൾക്കും ലീവാണ്. എന്നിരുന്നാലും എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. ഇവളെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവൾ ഫോണിലിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും പണിയുണ്ടാക്കും. ഒരു ഭാഗം ക്ലീൻ ആക്കി വരുമ്പോഴേക്കും അടുത്ത പണി അവിടെ റെഡിയാക്കി വെക്കും എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഇവിടെ കൊണ്ടാക്കിയ സമാധാനമാണ്, വൈകുന്നേരം വന്ന് കൂട്ടിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? കാരണം അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ വളരെ ഫ്രീ മൈൻഡോട് കൂടിയിട്ട് കുഞ്ഞിന്റെ ടെൻഷൻ ഇല്ലാതെ ചെയ്യാം. മറ്റേ നമ്മള് വീട് ക്ലീൻ ചെയ്യായിരിക്കും. ഇപ്പൊ അപ്സ്റ്റെയറിലാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്തത്. അപ്സ്റ്റെയർ കഴിഞ്ഞ് നമ്മൾ ഡൗൺ സ്റ്റെയറിലേക്ക് ഇറങ്ങി. ഈ ഡൗൺ സ്റ്റെയറിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് എവിടെ ആയിരിക്കും? അപ്സ്റ്റെയറിൽ കയറിയിട്ട് ഉയരത്തിൽ കയറി എവിടെയെങ്കിലും തട്ടി വീഴോ, അല്ലെങ്കിൽ ഓപ്പൺ ടെറസിലേക്കൊക്കെ കയറിയിട്ട് മഴ പെയ്യുന്ന സമയത്ത് മഴയിൽ കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത പ്രശ്നമല്ലേ? അത് അപകടം സംഭവിക്കും. അപ്പം വീട്ടു ജോലിക്കാരായ അമ്മമാർ വരെ വർക്കിംഗ് ആണ് എന്ന് ഞാൻ പറയുള്ളൂ. അവർക്ക് എവിടെ റെസ്റ്റ്? രാവിലെ കിച്ചണിൽ കയറിയ ഈവനിങ് ആയാലും രാത്രി ആയാലും കിച്ചണിൽ നിന്ന് പോരാൻ ടൈമില്ല. അവരും ചെയ്യുന്നത് വർക്ക് തന്നെയാണ്. കൃത്യമായിട്ട് ചിലപ്പോൾ നമുക്ക് പലപ്പോഴും കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാറില്ല. ഈ ഒരു സമയത്ത് അമ്മമാർ ചെയ്യുന്ന ഈസി മെത്തേഡ് എന്താണ്? എന്നാ ഫോൺ കണ്ട് അവിടെ ഇരുന്നു. അതുവരെ അത്രയും സമാധാനമാണ്. ഫോണും കണ്ടൊരു മൂലയിൽ എവിടെയെങ്കിലും ഇരുന്നാല് കുഞ്ഞ് അടങ്ങിയിരുന്നോളും എന്നൊരു കൺസെപ്റ്റ്. അപ്പൊ അവിടെ നമുക്ക് ഡേ കെയർ എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയതാ? അതോ ഈ മോണ്ടിസോറി കഴിഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല, ഡേ കെയർ ഈ കോഴ്സ്, അതായത് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പൊ പ്രീ പ്രൈമറി MTTC ഒക്കെ വരുന്നത്, അതിൽ പെട്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഞ്ചായത്തിന് ലൈസൻസ് എടുക്കാം. നമുക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ് എന്നുള്ളത് പഞ്ചായത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യും. ഈസി ആയിട്ട് തുടങ്ങാം. അല്ല, പുറത്തൊക്കെ പോയിക്കാണ്ട് നമ്മള് പിന്നെ ഇവിടെ നാട്ടിൽ നിന്നൊക്കെ പോയിക്കാണ്ട് അവിടെ സൗദിയിലൊക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ആൾക്കാരായിരിക്കും അല്ലേ? അതെ, സർട്ടിഫിക്കറ്റും അവർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള. സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കയറി തുടങ്ങാൻ പറ്റുന്ന ഒരു മാം ഏകദേശം സംഭവം. എത്ര എക്സ്പെൻസ് വരും? ഏകദേശ കണക്ക് ഒരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 ലക്ഷം. അതായത് ബിൽഡിംഗ് പ്രിമിസസ് ആണെങ്കിൽ ആ ബിൽഡിംഗ് നമുക്ക് ബിൽഡിംഗ് നന്നായി കിട്ടണം. വാടകക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? വാടക ചൂസ് ചെയ്യാം. ആ. സ്വന്തം ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം. വാടക എടുത്തിട്ട് റെന്റൽ അഗ്രിമെന്റ് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ പുറത്തൊക്കെ പോയാൽ നല്ല സാധ്യതയുള്ള ഒരു സംഭവമാണ് ഡേ കെയർ. അതെ, എന്റെ ഒരു ഒരുപാട് ഫ്രണ്ട് ഇപ്പൊ ചെയ്തിപ്പോ അബുദാബിയില് ഇങ്ങനെ ഒരു ഡേ കെയറിന്റെ ഇത് തുടങ്ങി. ഓള് BEd കഴിഞ്ഞതാണ്. അതെ, അപ്പൊ അതെ, അങ്ങനെ ഓളെ രക്ഷിട്ട് എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് വേണം. ഉം. നമ്മള് വേറെ ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ട് BCom BA ഒക്കെ കഴിഞ്ഞിട്ട് ഡേ കെയർ എന്നുള്ള രീതി പറ്റില്ല. എഡ്യൂക്കേഷൻ ഡിഗ്രി നിർബന്ധമാണ്. കുഞ്ഞുങ്ങളെ കുറിച്ച് അറിയാനും അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റുന്നല്ലേ? ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒരു കുഞ്ഞിനെ വരുന്ന ബാധിക്കുന്ന രോഗങ്ങളും പ്രിവെൻഷനും പ്രിക്കോഷനും എല്ലാം.
ഉം. നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഒരാൾ അവരുടെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് നോക്കാൻ ഏൽപ്പിക്കുമ്പോൾ ആ ഒരു കുഞ്ഞിനുള്ള എന്തെങ്കിലും പെട്ടെന്ന് രോഗം വന്നു കഴിഞ്ഞാൽ അതാ നിങ്ങളുടെ കുഞ്ഞിന് ഇന്ന രോഗം കൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോക്കോ എന്ന് പറയാൻ പറ്റുമോ? അവിടെ നമുക്ക് കുറച്ച് അറിവ് വേണം അതിനെക്കുറിച്ച്. അപ്പൊ അതാണ് നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിൽ 1 ഇയറിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഏത് രീതിയിൽ എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ കെയർ ചെയ്യണം. ചൈൽഡ് കെയർ എന്ന് പറഞ്ഞാൽ വളരെ പക്ഷെ ഇമ്പോർട്ടന്റ് പുറമേക്ക് ആണ്. നമ്മള് ഇങ്ങനെ ഡേ കെയർ തുടങ്ങിയാലേ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാല് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും അല്ലേ? ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോബാണ്. അതെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഫുഡിലാവട്ടെ, കുഞ്ഞിന്റെ പിന്നെ കളിക്കുന്ന സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മളെ സറൗണ്ടിങ്സിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ലിക്വിഡ് ഒക്കെ ഉണ്ടാവില്ലേ, ലോഷനൊക്കെ, വാഷിംഗ് ലോഷനോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ലോഷനോ ഒക്കെ, അതൊക്കെ കുഞ്ഞെടുത്ത് വായിലോട്ട് ഒഴിക്കുക, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവരെ പിന്നാലെ നമ്മൾ വേണം. അല്ലാതെ ഉണ്ട് അവരെ കളിക്കാൻ വിട്ടിട്ട് നമ്മൾ മാറി നിൽക്കുന്ന സിസ്റ്റം പറ്റില്ല. എനിക്കിപ്പോ 10 പേരുണ്ടെങ്കിൽ ഞങ്ങൾ 4 സ്റ്റാഫ് ഉണ്ട്. അത്രയും അതെ. സ്റ്റാഫ് വേണം. അല്ലാണ്ട് പുറത്തൊക്കെ അവിടെ ആവുമ്പോ മറ്റേ ഈ ഞമ്മളെ മാതിരി അല്ല, അറബികളൊക്കെ ആവുമ്പോ ഒരു കുറച്ചുകൂടി നന്നായിട്ട് റൂഡാണല്ലോ. CCTV വെക്കണം ഉള്ളിൽ. അതെ അവരുടെ ആ കുഞ്ഞുങ്ങളെ അവർക്ക് എപ്പോഴും വാച്ച് ചെയ്ത് ആ CCTVയുടെ ആക്സസ് അവരുടെ ഫോണിലോട്ട് കൊടുക്കണം. അതെ. രീതിയിലാണ് അവിടെയൊക്കെ കൊടുക്കുക. പക്ഷെ കേരളത്തിൽ അത്രയും സ്ട്രിക്റ്റ് അല്ല. എന്നാലും അത് വളരെ വൈകാതെ തന്നെ ഇത്തരം നിയമങ്ങൾ കേരളത്തിലും വരും. കാരണം കുഞ്ഞുങ്ങളെ ഈ പിന്നെ ഇതേ രീതിയിൽ വേറെ എവിടെന്നെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താൽ പിന്നെ കുഞ്ഞ് അവിടെ ഉള്ള സമയത്ത് ഫുള്ളായിട്ട് CCTV ക്യാമറയുടെ ആക്സസ് പേരൻസിന്റെ ഫോണിലോട്ട് കൊടുക്കണം എന്നുള്ള നിയമം ഏറെ വൈകാതെ തന്നെ കേരളത്തിലും വരും. നമ്മൾ നമ്മുടെ മക്കളായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാം. എങ്കിൽ ക്ഷമ, അത് ഭയങ്കര. ക്ഷമയില്ലാത്തവര് സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ ഒരു മണിക്കൂറെങ്കിലും സഹിക്കാൻ പറ്റാത്തവരെ കാണുന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോവേ വേണ്ട. നന്നായിട്ട് ക്ഷമ വേണം. കാരണം ആ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലാണ് നമ്മളോട് റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് പോലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ നന്നായിട്ട് ക്ഷമിക്കണം. ക്ഷമയോടെ വേണം ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ ഇവിടെ നമുക്ക് പറഞ്ഞത് ഹെൽപ്പിംഗ് വർക്കിംഗ് മദേഴ്സ് ആണ്. വർക്കിംഗ് മദേഴ്സിന് കുഞ്ഞുങ്ങളെ ഇതേപോലുള്ള ഏർലി ചൈൽഡ്ഹുഡ് ഡിപ്പാർട്ട്മെന്റിലാക്കിയിട്ട് അവർക്ക് വളരെ ഫ്രീ മൈൻഡോട് കൂടി അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നാലാമത്തത് എന്താണ്? ആയമാർ നൽകുന്നതിനേക്കാൾ മെച്ചമായ സേവനം, ബെറ്റർ സർവീസ്. ആയമാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സ്ഥാപനത്തിലുള്ള ആയമാരെല്ലാം ഇപ്പൊ വീട്ടിൽ നമ്മളൊരു സെർവന്റിനെ ആക്കുകയാണ്. വീട്ടില് ഒരു സെർവന്റിനെ ആക്കി നമ്മൾ പോകുന്നതിനേക്കാളും സുരക്ഷിതത്വമാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവിടുന്നതെന്നാണ് പറയുന്നത്. പല അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളെ പരിചരിക്കുവാൻ ആയമാരെ ഏർപ്പെടുത്താറുണ്ട്. ഇക്കൂട്ടർ പലപ്പോഴും വിധവകളോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആകാം. അവരുടെ സേവനം ശിശുക്കളെ ഹാനികരമായി ബാധിക്കാറുണ്ട്. ശിശു വിദ്യാലയങ്ങളിൽ മാത്രമേ കൂടുതൽ മെച്ചപ്പെട്ട സേവനം ശിശുക്കൾക്ക് ലഭിക്കൂ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഇപ്പം ഇതിലിപ്പം നമ്മൾ ഈ ഒരു പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഹെൽപ്പേഴ്സ്, വീട്ടു ജോലിക്കൊക്കെ നമ്മൾ വിളിക്കുന്നവര് ഒന്നുകിൽ വീട്ടില് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അവരുടെ അവര് ലൈഫ്, മെന്റലി ഡിസ്റ്റർബ് ആയിരിക്കും. യെസ്, മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോ നമ്മള് അച്ഛനും അമ്മയും ജോലിക്ക് പോവുകയാണ്, കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞു മാത്രം ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു അനുഭവം എന്റെ വീടിനടുത്തുള്ള ഒരു അനുഭവം ഞാൻ പറയാം. സിംഗപ്പൂരിലാണ് ഹസ്ബൻഡും വൈഫ് നേഴ്സാണ്, ഹസ്ബൻഡ് ഓഫീസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ വൈഫിന് പലപ്പോഴും നൈറ്റും ഡേയും ഒക്കെ ആയിട്ട് ഡ്യൂട്ടി ഉണ്ടാവും. ഹസ്ബൻഡിന് ഓഫീസ് ആയതുകൊണ്ട് തന്നെ 8 to 7, രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 7 മണിക്കാണ് വീട്ടിലെത്തുക. അപ്പോ ഹസ്ബൻഡും വൈഫും പോകുന്ന സമയത്ത് കുഞ്ഞുറക്കാണ്. കുഞ്ഞിനെ നോക്കാനായിട്ട് അവർക്ക് കിട്ടിയത് ഫിലിപ്പീനി ആയയാണ്. ഈ ഫിലിപ്പീനി ആയ രാവിലെ 7 മണിക്ക് വരും. ഇവർ പോകുമ്പോഴേക്കും ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. കുഞ്ഞിനുള്ള ഫുഡും പ്രിപ്പയർ ചെയ്തിട്ട് വെക്കും. പിന്നെ ഇവർ പോകുന്ന സമയത്ത് കുഞ്ഞ് ഉണരുന്നില്ല. ഐ മീൻ 8 മണിക്ക് മുമ്പായിട്ട് കുഞ്ഞ് ഉണരാറില്ല. കഴിയുന്നതും കുഞ്ഞിനെ ഉണർത്താതെയാണ് ഇവർ പോവുക. കാരണം കുഞ്ഞ് ഉണർന്നാൽ ഇവർ പോകുമ്പോൾ കരയും.
തിരിച്ച് ഇവർ വീട്ടിലോട്ട് എത്തുന്നത് വൈകിട്ട് 7 മണിക്കാണ്. പലപ്പോഴും 7 മണിക്കാണ് ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ 8 മണി 8:30 ആവും. അപ്പൊ ഇവർ വന്നാൽ ഉടനെ തന്നെ ഫിലിപ്പീനി പോവുകയും ചെയ്യും, തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകും. ഈ കുഞ്ഞ് മിക്ക ദിവസങ്ങളിലും ഇവർ വരുന്നതിന് മുമ്പായിട്ട് ഉറങ്ങും. 8 മണി 8:30-ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 8 മണിയോട് കൂടി കുഞ്ഞ് ഉറക്കമായിരിക്കും. ഈ പാരന്റുമായിട്ട് കുഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? കുഞ്ഞ് പാരന്റ്സിനെ കാണുന്നേ ഇല്ല. അവര് പോകുമ്പോൾ കുഞ്ഞ് ഉറങ്ങാണ്, തിരിച്ചു വരുമ്പോഴും കുഞ്ഞ് ഉറങ്ങാണ്. ഈ പാരന്റും കുഞ്ഞും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? അവിടെ നടക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു കുഞ്ഞിന് 2.5, 3, 3.5 വയസ്സായ സമയത്ത് ഈ അച്ഛന്റെ അമ്മ ടീച്ചറാണ്. ടീച്ചർ റിട്ടയർഡ് ആയ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അമ്മ ഒരു കാര്യം ചെയ്യ്, കുറച്ചു കാലം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മകൻ കൊണ്ടുപോവാണ് സിംഗപ്പൂരിലോട്ട്. അപ്പോൾ അമ്മ ടീച്ചറാണ്. അവിടെ എത്തിയ സമയത്ത് ഈ ടീച്ചറായ ഗ്രാൻഡ് മദർ വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ പ്രോബ്ലം കണ്ടുപിടിച്ചു. കുഞ്ഞ് സംസാരിക്കുന്നില്ല, മുഖത്തേക്ക് നോക്കുന്നില്ല, ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഫുഡിന് പോലും നോക്കുന്നില്ല, ഫുഡിന്റെ ടേസ്റ്റ് കുഞ്ഞ് മനസ്സിലാക്കുന്നില്ല. 3.5 വയസ്സായപ്പോഴേക്ക് ജനിച്ച് 3.5 വർഷവും ആയെയാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചു പോയത്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണ്. പ്രസവ സമയത്ത് ഒരു പ്രശ്നവുമില്ല. കാരണം അമ്മ നേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല കെയറിങ്ങിലൂടെയാണ് പരിചരണമൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? കുഞ്ഞുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാരന്റ്സുമായിട്ടില്ല. പിന്നെ ഈ മെയ്ഡ് നോക്കാണ്. മെയ്ഡ് ഫിലിപ്പീനിയാണ്. അവരുടെ ഭാഷ, അവരുടെ കൾച്ചർ ഒന്നും കുഞ്ഞിന് പറ്റില്ല, എഫക്റ്റീവ് അല്ല. ദെൻ ഈ രീതിയിലാണ് ആ കുഞ്ഞവിടെ വളർന്നത്. അപ്പോ ഈ ഗ്രാൻഡ് മദർ അവിടെ ചെന്ന സമയത്ത് ഉടനെ തന്നെ കുഞ്ഞിന്റെ പ്രശ്നം മനസ്സിലാക്കി. പിന്നെ അവര് നിന്ന് 6 മാസവും കുഞ്ഞിനെ മാക്സിമം ട്രെയിൻ ചെയ്ത് ഞാൻ സംസാരിച്ച് ആ കുഞ്ഞിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറെയൊക്കെ റെഡിയാക്കാൻ പറ്റി. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു, മകനെ എനിക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ പോരാ, നിന്റെ കുഞ്ഞിനും കൂടെ ടിക്കറ്റ് എടുത്തോ, ഞാൻ കൊണ്ടുപോവാണ്. ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, കുഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്നു പറഞ്ഞു. അങ്ങനെ അവർ നാട്ടിലോട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് ഒരുപാട് ട്രീറ്റ്മെന്റ്, സ്പീച്ച്, ഒക്യുപ്പേഷണൽ ഒക്കെ കൊടുത്തിട്ടും ഇപ്പൊ ആ കുട്ടി +2 പഠിക്കുകയാണ്. പക്ഷെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞിന്റെ പക്വതയോ സംസാരമോ ആ കുഞ്ഞിനില്ല. അവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ 2 കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. 1.5 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. 1.5 വയസ്സ് വരെ അമ്മ, അച്ഛ, ഉമ്മ, ഉപ്പ എന്നൊക്കെ വിളിച്ച് നടന്ന 2 മക്കളാണ്. 2 ബോയ്സ് ആണ്. ഒരാളുടെ അമ്മ ടീച്ചറാണ്, ഗവൺമെന്റ് ടീച്ചറാണ്. അപ്പോ 1.5 വയസ്സ് വരെ ഏകദേശം 2-3 മാസമൊക്കെ ഇടയിൽ സ്കൂളിലോട്ട് പോയിട്ട് ലീവ് എടുത്ത് നിന്ന് പിന്നെ 1.5 വയസ്സിന് ശേഷം പിന്നെ ഇവർക്ക് ലീവ് കിട്ടുന്നില്ല. അങ്ങനെ ഇവര് വീട്ടില് ആക്കിയിട്ട് പോകും. അപ്പൊ കുഞ്ഞിന് ഏറെ ഇഷ്ടം ടാബ്, അതുപോലെ മൊബൈല്, TV, ഇതാണ്. കുഞ്ഞിന് ആ ഒരു ബേബി ചെയറിൽ ലോക്ക് ചെയ്തിട്ട്, ക്ലിപ്പ് ചെയ്യണ ലോക്ക് ചെയ്തിട്ട് ഇരുത്തും. കുഞ്ഞിന് സമയാസമയം ഫുഡ് ഈ TVയുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ടാബിന്റെ മുമ്പിൽ വെച്ചിട്ടാണോ കൊടുക്കും. 1.5 വയസ്സിന് ശേഷം കുഞ്ഞ് അമ്മ എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ്, റീസെന്റ് ആയിട്ട്. എൻ്റെ അടുത്തേക്ക് ആ കുഞ്ഞ് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 4 മാസമായി. ഈ 4 മാസവും നമ്മൾ പ്രത്യേകിച്ച് അവർ ട്രീറ്റ്മെന്റ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്, സ്പീച്ചും ഒക്കുപേഷനും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നമ്മൾ അവനോട് സംസാരിക്കാൻ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു മാധ്യമവും നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പൊ സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ എന്റെ ക്ലാസ്സിലാണ്, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. സ്കൂളിലൊക്കെ ഒരു മ്യൂസിക് പോലും നമ്മൾ ഇട്ട് കൊടുക്കില്ല. ഒക്കെ വാഗൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുക, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം സംസാരിക്കുക. ഇപ്പൊ കുറേശ്ശായിട്ട് ഫുഡ്, അമ്മ, പോയി എന്നൊക്കെയുള്ള വാക്കുകളായിട്ട് സംസാരിക്കുന്നുണ്ട്.
ഇനി രണ്ടാമത്തെ കുട്ടിക്ക് സംഭവിച്ചത് 1.5 വയസ്സ് വരെ നാട്ടിലാണ്. നാട്ടില് എല്ലാവരേറ്റും വളരെ സന്തോഷത്തോടെ മിങ്കിൾ ചെയ്തൊരു കുട്ടിയാണ്. അങ്ങനെ 1.5 വയസ്സിന് ശേഷം ഈ ഫാദറും മദറിനെയും മോനെയും ഗൾഫിലേക്ക് കൊണ്ടുപോവാണ്. ഗൾഫിലേക്ക് നോർമലി പോകുന്ന സമയത്ത് ഗൾഫിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും, വിമർശിക്കുകയാണെന്ന് കരുതരുത്. ഗൾഫിൽ എത്തിയാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സമയമൊക്കെ ചേഞ്ച് ആവും. അപ്പം ഹസ്ബൻഡിന് വർക്ക് ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഹസ്ബൻഡിനെ പറഞ്ഞയക്കുക, എന്നിട്ട് ഇവര് കിടന്നുറങ്ങുക. കാരണം ഈവനിങ് ആയിരിക്കും പിന്നെ ഹസ്ബൻഡ് വരിക. അത്രയും സമയം ഫ്രീ ആണ്. ആ സമയം ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാട്ടോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. പക്ഷെ ഈ ലേഡി ചെയ്തത് എന്താണ്, ഹസ്ബൻഡ് പോകുന്നതിന് മുമ്പ് തന്നെ ഫുഡ് റെഡി ആക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഹസ്ബൻഡ് പോയ ഉടനെ തന്നെ ഇവളും കിടന്നുറങ്ങുന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒരുപാടൊന്നും ഉറക്കം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, അവൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണോ ടാബോ ഓണാക്കി കൊടുക്കും. ദിവസം ഡെയിലി റൂട്ടീൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ആ കുഞ്ഞിനെ ഇപ്പോഴും റെഡിയാക്കാൻ ഒരു വാക്ക് പോലെ കുഞ്ഞ് സംസാരിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഉമ്മ എന്ന് പറയും, ബാക്കിയൊന്നും പറയില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മള് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതിരുന്നുള്ള പ്രശ്നം. നമ്മൾ പുറത്തുനിന്ന് ഒരായെ ഏൽപ്പിച്ചാല് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞാലുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഇമോഷണലി ഉള്ള ഗ്രോത്ത് അവിടെ സ്റ്റണ്ട് ആവുകയാണ്. ഇപ്പൊ ഈ കുഞ്ഞുങ്ങള് ഒരു നോർമൽ ആയിട്ട് ഒരു കുഞ്ഞ് ചിന്തിക്കുന്ന രീതിയിലേക്ക്, സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കും. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഒരു കുഞ്ഞിന്റെ ഭാവിയാണ് നഷ്ടപ്പെടുക. സ്വന്തം അമ്മമാരുടെ ഫോൾട്ടാണ് ഈ രണ്ടിതിലും വന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഫോൾട്ടാണ് ഈ വീട്ടില് ഹെൽപ്പേഴ്സിനാക്കി പോവുക. അവരുടെ മെന്റൽ ബാരിയേഴ്സ്, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള, ഇപ്പം ഫാമിലിയിൽ പ്രോബ്ലംസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേക്കാരും നമ്മളെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ പറയാത്താത്ത നോക്കിയിട്ടോ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് നമ്മൾ പോരാണ്. ഈ കുഞ്ഞൊന്ന് കരഞ്ഞു, ഇവർക്ക് ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുക, കുഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബഹളം വെക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കാണുന്നില്ല ആ കുഞ്ഞിനെ അവരെന്താ ചെയ്യുന്നതെന്നുള്ളത്. അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇത് വളരെ അധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കംഫർട്ട് ആവുന്നത് എന്താണ്, ഡേ കെയർ പോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവിടുക. അവിടെ ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവിടുന്ന സമയത്ത് ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഡെവലപ്മെന്റൽ പ്രോസസ്സ് എഴുതി വെക്കും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മൈ സ്റ്റുഡൻസ് ഡയറി എന്നൊരു ബുക്ക് ഉണ്ടായിരിക്കും. ആ കുഞ്ഞ് വരുന്ന സമയത്ത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. കുഞ്ഞ് വന്നതിന് ശേഷമുള്ള ഡെവലപ്മെന്റൽ പ്രോസസ്സും നമ്മൾ ഓരോ ദിവസവും നോട്ട് ചെയ്യും. ഒരു ദിവസം ഡേ കെയറിലൊക്കെയാണ് നമുക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് എന്നുള്ള രീതിയിലാണ് നോട്ട് ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും pre-KG സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ നഴ്സറി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ ആദ്യം കുഞ്ഞിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ഹെൽത്ത് പരമായിട്ട്, അവരുടെ ഇമോഷണൽ പരമായിട്ട്, അവരുടെ സെൻസ് ഡെവലപ്മെന്റ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z അറിഞ്ഞിരിക്കണം. ഈ ഓരോ ചാപ്റ്റേഴ്സിലും പറഞ്ഞു വന്നിരുന്നത് എല്ലാം ഇതിനെക്കുറിച്ച് മാത്രമാണ്. ദെൻ 5ാമത്തെ പോയിന്റ് എന്താന്ന് നോക്കാം. മോശമായ കുടുംബ സാഹചര്യങ്ങൾക്കൊരു പരിഹാരം, എ സൊല്യൂഷൻ ടു ദ ബാഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇത് പറഞ്ഞാല് നമുക്ക് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുടുംബ കലഹം ഉണ്ടായിരിക്കും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെ നടക്കുന്ന വീടുകളുണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷ ശിശുക്കളും മോശമായ ഗൃഹാന്തരീക്ഷങ്ങളിലാണ് കഴിയുന്നത്. തന്മൂലം അവരുടെ സമഗ്ര വികസനം മുരടിക്കുന്നു. ശാരീരികവും മാനസികവുമായ വികസനത്തിന് പറ്റിയ സാഹചര്യങ്ങൾ ശിശു വിദ്യാലയങ്ങൾ ലക്ഷ്യമാക്കാം. ഇക്കാരണത്താലാണ് ശൈശവ പരിചരണം, ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന ആശയത്തിന് പ്രാധാന്യം കൈവരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് കേരളത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും നമുക്ക് പല വീഡിയോസിലും നമ്മൾ കാണാറുണ്ട്. ഭക്ഷണം കിട്ടാതെ, വസ്ത്രം കിട്ടാതെ, പാർപ്പിട സൗകര്യമില്ലാതെ, കുടിക്കാൻ ശുദ്ധജലമില്ലാതെ കഴിയുന്ന കുട്ടികള് ഒരു ഷെഡില് അല്ലെങ്കിൽ കടത്തിണ്ണയിലൊക്കെ ആയിരിക്കും അവരുടെ
വാസം. ഈ രീതിയിൽ ജനിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അവർക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റില്ല. കുപ്പത്തൊട്ടി എന്നൊക്കെ ഭക്ഷണം വാരി കഴിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലംസ് ആണ് കുഞ്ഞിന് ഇമോഷണൽ ഗ്രോത്തിൽ. ഫിസിക്കൽ ഗ്രോത്ത് പറഞ്ഞാൽ ഫിസിക്കൽ ഗ്രോത്തിലും മാൽ ന്യൂട്രീഷൻ, അവർക്ക് ന്യൂട്രീഷൻസിന്റെ അഭാവം ഉണ്ടാവും. കൃത്യമായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടില്ല. ഈക്വൽ ആയിട്ടുള്ള ഒരു കലോറി ബാലൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഡിലേ വരും. പിന്നെ വസ്ത്രത്തിന്റെ പ്രശ്നം, ചൂടോ തണുപ്പോ, ചൂടത്ത് കട്ടിയുള്ള അല്ലെങ്കിൽ ഈ സ്വെറ്റർ പോലത്തെ വസ്ത്രങ്ങളൊക്കെയാണ് കുഞ്ഞ് ധരിക്കുന്നതെന്നുണ്ടെങ്കിലോ ശരീരം ചൂട് ഒന്നും കൂടി കൂട്ടുക അല്ലാതെ കുറയ്ക്കില്ല. പക്ഷെ തണുപ്പ് കാലത്താണെങ്കിൽ ശരിയായ സ്വെറ്റർ പോലും ഇല്ലാതെ കീറിപ്പറഞ്ഞ വേഷങ്ങളാണ് ആ കുഞ്ഞിനിടാൻ സംബന്ധിച്ചു. തണുത്ത് വിറച്ചിട്ട് ഒരു പുതപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുണ്ട്. പിന്നെ വേറൊന്നുള്ളത് കലഹമാണ്. ലഹരി, അതുപോലെ മദ്യം, മയക്കുമരുന്ന്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ വന്ന് വഴക്കിടുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കും. ഫാദർ ഉപയോഗിച്ചിട്ട് വന്ന് വീട്ടിൽ വഴക്കിടുകയാണെങ്കിൽ ആ മദർ നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ മദറിനെ മർദ്ദിക്കുന്ന ആളുകളുണ്ടാവും. ഇതിനൊക്കെ നമുക്കൊരു ചെറിയൊരു പരിഹാരം, ഡേ ടൈമിലെങ്കിലും ഒരു പരിഹാരമാണ് ഈ ഒരു സ്ഥാപനം. ഇവിടെ പിന്നെ ഭക്ഷണത്തിന്റെ ക്രമീകരണം അംഗൻവാടികളിലാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിലൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 മണിക്ക് കഞ്ഞി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് ചോറ്, ദെൻ ഈവനിങ്ങിൽ അവർക്ക് ഉപ്പുമാവ് അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ആയിട്ടുള്ള കടല പുഴുങ്ങിയതോ മുട്ട പുഴുങ്ങിയതോ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ വൈറ്റമിൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അവിടെ ന്യൂട്രീഷന്റെ അഭാവം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഈ ഭക്ഷണത്തിന്റെ പ്രോബ്ലംസ് ഉള്ള പാരന്റ്സിന് അങ്ങനെ ചെയ്യാം. അപ്പം പലപ്പോഴും നമ്മളൊക്കെ പല കോട്ടിങ്സിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്കൂളിൽ പോയത് പഠിക്കാനല്ല ഭക്ഷണം കഴിക്കാനാണ്, ആ ഉച്ചയ്ക്ക് കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോയത്, പല ആളുകളും പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ ആ ഒരു സിസ്റ്റം, അവർക്ക് ആ ഒരു ഫുഡ് കിട്ടുന്നു എന്നുള്ളത്, ഇപ്പൊ ഞാൻ ഇപ്പൊ മോണ്ടിസറിക്കാരാണ് ഞങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് നമ്മൾ മരിയ മോണ്ടിസറിയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഫുഡാണ് പ്രൊവൈഡ് ചെയ്തത്. ഫുഡ് പ്രൊവൈഡ് ചെയ്തതിനു ശേഷമാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ആദ്യം വേണ്ടത് എന്താണ്? വിശപ്പിനുള്ള ശമനം. ആ വിശപ്പ് ആർക്കാണെങ്കിലും ശരി, വിശപ്പ് ശമിച്ചെങ്കിൽ മാത്രമേ ബാക്കി എല്ലാം നമ്മുടെ മൈൻഡിലേക്ക് കയറുള്ളൂ, അല്ലെങ്കിൽ അവിടെ സ്റ്റണ്ടായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു മോശം സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങളെ ഏർലി ചൈൽഡ്ഹുഡ് സെന്റേഴ്സിൽ വിടുക എന്നുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദെൻ 6th പോയിന്റ് വരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ് മുതലുള്ള എഡ്യൂക്കേഷനാണ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മറ്റേ പ്രീ പ്രൈമറി ആണ്. 1ാം ക്ലാസ്സിന് മുമ്പുള്ളത് പ്രീ KG ആണ് വരുന്നത്. പ്രീ KG പറഞ്ഞാൽ 1ാം ക്ലാസ്സിന് മുമ്പുള്ളത്. പെട്ടെന്നൊരു ദിവസം പ്രാഥമിക വിദ്യാലയം എന്ന ഔപചാരിക വിദ്യാലയത്തിലേക്ക് കുട്ടി പ്രവേശിക്കുമ്പോൾ തികച്ചും അപരിചിതമായ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ കുട്ടിക്ക് പ്രയാസമുണ്ടാകും. ശിശു വിദ്യാലയങ്ങളിൽ പോയിട്ടുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാലയത്തിലെ പഠനവുമായി എളുപ്പത്തിൽ ഇഴുകിച്ചേരാൻ സാധിക്കും. ഇപ്പൊ ഒരു സിസ്റ്റമാണ്. സ്കൂള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയതാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 വരെ ആ സ്കൂളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വലിയൊരു സിസ്റ്റമാണ് സ്കൂള്. അവിടേക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ടുവിടുക എന്ന് പറയുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ കുഞ്ഞിന് പ്രയാസമാണ്. ഇത്രയും ആളുകളുടെ ഇടയിൽ എനിക്ക് ആരുമില്ല ഇവിടെ എന്നുള്ളൊരു ചിന്ത കുഞ്ഞിന് വരും. പക്ഷെ ഇതേ സമയം അംഗൻവാടികളിലോ അല്ലെങ്കിൽ KGയിലോ പോയി ശീലിച്ച ഒരു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ അവന്റെ എല്ലാ ഭയങ്ങളും അവിടെ തീർന്നിരിക്കും. ഇവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് കളിക്കാൻ ഒരുപാട് ടോയ്സ് ഉണ്ട്, പുറത്തു പോയി കളിക്കാം എന്നുള്ള ഒരു തോട്ടിലേക്ക് കുഞ്ഞുങ്ങൾ എത്തും. ആ ഒരു തോട്ട് അവരുടെ ആ ഒരു സ്കൂളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള വളരെ പെർഫെക്റ്റ് വേ ആയിരിക്കും. ഈ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് ഫുഡ് കഴിക്കാൻ. ഫുഡ് നോർമലി എന്താ ചെയ്യുക? വാരി കൊടുക്കുക ചെയ്യുക.
പക്ഷെ നമ്മൾ ഈ പ്രീ കെ ജിയിലൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്കൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഫുഡിനായിട്ട് ഒരു ഏരിയ, എവിടെയാണ് ഇരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആ പാത്രം അവിടെ ഇട്ടിട്ട് പോരല്ല, താഴെ ഭക്ഷണം വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെറുക്കി പാത്രത്തിലോട്ട് ഇട്ടിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമെന്നല്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യിക്കും. അതെന്തിനുള്ളതാണ്? ഒരു എക്സ്പീരിയൻസ് ആണ്. സ്വന്തമായിട്ട് വാരി കഴിക്കാനും വാരി കഴിക്കുമ്പോൾ താഴെ വീഴ്ത്താതിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്. അത് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാലിച്ചു കൊടുത്ത, വീട്ടിൽ നിന്ന് എന്തായാലും മക്കള് കേൾക്കില്ല, മക്കള് ഓടി കളിക്കും. അവരെ പുറകെ ഉമ്മ പ്ലേറ്റും കൊണ്ട് ഓടുകയാണ് കഴിപ്പിക്കാൻ. അപ്പൊ അതിന് ആ ഒരു സിസ്റ്റം നമുക്ക് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള KG സെക്ഷനിലോ നമുക്ക് പാലിക്കാൻ കഴിയില്ല. അവർ നടക്കുന്ന സ്ഥലത്തെല്ലാം ഫുഡ് കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫുഡ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് അവര് വെജിറ്റബിൾസും പൾസസും ഒക്കെ കുഴച്ച് കഴിക്കണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഒരു ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാൻ മക്കൾക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഇപ്പം വിദ്യാലയത്തിൽ നിന്നാണ്, സ്കൂളിൽ നിന്നാണ് കുട്ടികൾ മാനേഴ്സ് പഠിക്കുന്നത്. ടീച്ചേഴ്സ് വന്ന് എണീറ്റ് നിൽക്കാൻ പറയും, അല്ലെ? ഗുഡ് മോർണിംഗ് മിസ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുമ്പോൾ നോർമലി അവര് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ എഴുന്നേറ്റ് നിന്നിട്ട് സിറ്റ് ആവും എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇരിക്കുകയാണ്. ഒരു റെസ്പെക്റ്റ് ആണ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം. പണ്ട് ഒരു 15 വർഷം മുമ്പ് വരെ നമ്മുടെ വീടുകളിലൊക്കെ മുതിർന്നവര് വന്നു കഴിഞ്ഞാല് നമ്മൾ അറിയാതെ അങ്ങ് പൊങ്ങിപ്പോവും ഇരിക്കുന്നിടത്തുനിന്ന്. ശരിയല്ലേ? പക്ഷെ ഇന്ന് നമ്മുടെ മക്കള്, ഇപ്പൊ നിങ്ങളൊക്കെ വീടുകളിൽ ഇപ്പൊ മക്കളാണെങ്കിലും അനിയത്തിയാണെങ്കിലും ആങ്ങളമാരൊക്കെ ഉള്ളതല്ലേ, എന്ത് ചെയ്യും? ആര് വന്നാലും അവരിയ്ക്കുന്നിടത്തിരിക്കും. അവര് മൊബൈലിലാണെങ്കിൽ മൊബൈലിലായിരിക്കും, TV കാണാൻ TV കാണും. അവരെണീക്കോ റെസ്പെക്ട് ചെയ്യോ ചെയ്യോ? ഇല്ല. ഇനിയിപ്പോ നമ്മൾ അവരോട് എന്തെങ്കിലും റെസ്പെക്ട് ചെയ്യാൻ പറഞ്ഞാല് ഒന്ന് നോക്കിയിട്ട് നേരെ മക്കൾ ഇവിടെ പോവും, റൂമിലേക്ക് പോവും, ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. അവരുടെ അവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. ശരിയല്ലേ? ഇതേ സമയം നമ്മൾ ഒരു സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്ടസി എന്നുള്ള മറ്റുള്ളവരുമായി സഹകരിച്ച് അവരോട് സംസാരിച്ച് കൃത്യമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു രീതി എവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്? സ്കൂൾസിൽ അല്ലെങ്കിൽ ഈ പ്രീ KGയിലോ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാ മാം വന്നു, എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞ് എണീറ്റ് നിന്നിട്ട് എന്ന് പറയുമ്പോൾ നോർമലി കുട്ടികൾ പഠിക്കുകയാണ്. മുതിർന്ന ഒരാള് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എണീറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് പറയണം, ടീച്ചർ വരുമ്പോൾ എണീറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് പറയണം എന്നുള്ള ഒരു സിസ്റ്റം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വെക്കും. അവിടെ ഔപചാരികമായിട്ടൊരു എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, സിസ്റ്റമാറ്റിക് അല്ലാതെ ഒരു ഗ്രേസ് അവിടെ വരികയാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ പിന്നെ നോർമലി സ്കൂളിലോട്ട് പോകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ആ പുതിയ സ്കൂളുമായിട്ട് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടാനും തന്റെ ടീച്ചേഴ്സുമായിട്ട് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലോട്ട് മാറാനും കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഇവിടെ ആവശ്യം എന്താണ്, ആവശ്യവും പ്രാധാന്യവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഹെഡിങ്ങിലോട്ട് പോവാം. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യവും പ്രാധാന്യം. ഇപ്പൊ ആവശ്യം എന്തായിരിക്കും? ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ ആവശ്യം എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയത് എന്താണ്? ഒരു പോയിന്റ് മാത്രം പറയണ്ട, ടോട്ടൽ പോയിന്റ് മിക്സ് ചെയ്തിട്ട് പറയാം. ആരാ പറയാ? പറഞ്ഞോളൂ. കുട്ടികൾക്ക് സ്വന്തമായിട്ട് അതിന്റെ ബഹുമാനം ഉണ്ടാവാനും മറ്റുള്ളവരുടെ പിന്നെ ഫ്രണ്ട്ഷിപ്പുകൾ തമ്മിലുള്ള, കുട്ടികൾ തമ്മിലുള്ള ഒരു സാമൂഹിക ഇടപെടല്, പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും
കൊടുത്ത് ഭക്ഷണം കഴിച്ച് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് വാങ്ങിയാണ് കഴിക്കണതും പിന്നെ ഒറ്റക്ക് കഴിക്കണത് അതേപോലെ ലഞ്ച് ബോക്സും വേറെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ശീലിക്കാനും പിന്നെ പുറത്ത് പോയാൽ എങ്ങനെയായിരിക്കും നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ നിന്ന് കണ്ട് കുട്ടികള് നമ്മൾ ഉമ്മാന്റെ ഒപ്പം എപ്പോഴും നിന്ന് കാണും പുറത്ത് പോയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സ്പീരിയൻസിനും ഓക്കെ. പക്ഷെ എന്റെ ആവശ്യം എന്നതിലേക്ക് എത്തിയില്ല. കാരണം ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ശീലിപ്പിക്കാം. പക്ഷെ ഇതൊരു സിസ്റ്റം എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ട് അംഗീകരിക്കുന്നത് എന്തായിരിക്കും? ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഒരു വളർച്ച. ഓക്കെ. ആ വളർച്ചയ്ക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വേണ്ടത്? ന്യൂട്രീഷൻ. ന്യൂട്രീഷൻസ് വേണം, വിറ്റാമിൻസ് വേണം, പിന്നെ അതല്ലാതെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒരു പാരന്റ് മെന്റലി ഫിസിക്കലിയും ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണുണ്ട്. അവരെ നല്ലോണം കെയർ ചെയ്യാൻ ഒരാള്. കെയറിങ്ങും സപ്പോർട്ടും. ഇനിയും എനിക്ക് കിട്ടേണ്ട ഒരു ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോരുമ്പോ ഒന്ന് രണ്ട് തവണ ഞാനത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആവശ്യം ഇപ്പൊ നമ്മളിപ്പം ആവശ്യവും പ്രാധാന്യവും ഇപ്പൊ ഈ ആവശ്യവും പ്രാധാന്യവും എന്താണ് എന്നുള്ള ഈ രണ്ട് വാക്കിലും ഉള്ള ഒരു 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 സത്തം കണ്ട് എടുക്കാണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു, എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്, ആവശ്യവും പ്രാധാന്യവും എന്താണ്, എന്തെഴുതും? ഇമാജിനേഷനും ചെറിയ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് പ്രായത്തിൽ ചെയ്യാനുള്ളതാ. തന്നെ വിദ്യാഭ്യാസം ഇമാജിനേഷനും നേടുക എന്നുള്ളത്. ക്രിയേറ്റിവിറ്റിയും കുട്ടികളില് നല്ലോണം കൊണ്ടുവരാനായിട്ട് ആദ്യം നമ്മളൊരു സെക്കൻഡ് മദർ എന്ന രീതിയിൽ ഉം. പിന്നെ വർക്ക് ചെയ്യുമല്ലോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊക്കെ. അപ്പോ കുട്ടികളിലെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും നല്ലോണം വളർത്തി കൊണ്ടുവരാം. ഒരു ബോണ്ടിങ് ആദ്യം ഉണ്ടാക്കുക. വീട്ടിൽ നിന്ന് കിട്ടുന്നേക്കാളുള്ളൊരു സൗകര്യം അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഗുഡ് ഓക്കെ. ഗുഡ് ഹാബിറ്റ്. സമൂഹത്തിൽ നല്ല നല്ലൊരു മനുഷ്യരായിട്ട് വളർത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക എന്നുള്ളത് കൂടിയല്ലേ. ഇനിയും വീട്ടിൽ തന്നെ എത്താനുണ്ട്. കിട്ടുന്നേക്കാളും സൗകര്യങ്ങള് പ്രീ പ്രൈമറി സ്കൂളുകളിൽ നിന്നും കിട്ടും. കിട്ടും. ഇനിയുണ്ട് ഒരു മെയിൻ പോയിന്റ് കിട്ടാണ്ട്. പ്രൈമറി സ്കൂളിലേക്ക് പ്രിപ്പയർ ചെയ്ത് ആ, ഓക്കെ. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടിങ്. എന്നാലും എനിക്ക് ഒരൊറ്റ പോയിന്റ് കിട്ടാണ്ട്. ആ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു അത് മെയ്ഡിനെ ആര് പറയും? വികസനം കൈവരിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാ. ധാർമ്മിക മൂല്യങ്ങളുടെ വളർച്ച അതാണോ? മാനസികമായും ശാരീരികമായുള്ള വളർച്ചയും വികാസവും. അതൊക്കെ ഓക്കെ. പക്ഷെ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള വളർച്ചയും വികാസത്തിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കിടക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്. പ്രശ്നപരിഹാരത്തിന് അവരെ പ്രാപ്തരാക്കുന്നു. ബിഹേവിയർ ആണോ? ബിഹേവിയർ വാല്യൂസ് ആണോ? ബിഹേവിയർ ഒക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ. ഇപ്പോ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണോ മിസ്സേ? ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. വാല്യൂസ് ഒക്കെ ഓക്കെ, ഇത് നിങ്ങൾ പറയുന്നതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു ബേസ്, ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ കിട്ടണം. കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. കമ്മ്യൂണിക്കേഷനും സാഹചര്യം ചെയ്യുന്നത് ഒക്കെ ഓക്കെ. പക്ഷെ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബേസ് ആയിട്ടൊരു സംഭവം വേണം. സറൗണ്ടിങ്സ് റെഡിയാവും. കുട്ടികളുടെ ഭാവനകൾ ഉണർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാ. ഓക്കെ. ഭാവനകൾ ഉണർത്തണം എന്നുണ്ടെങ്കിൽ ഒരു സാധനം അവിടെ ഡെവലപ്പ് ചെയ്യണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. സംസാരശേഷിയാ. എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേഷനാണ് അവരോട് മിസ്സേ. ഇടപഴകിയിട്ട് അവരുടെ ഭാവന കാര്യങ്ങളൊക്കെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരിക. ഞങ്ങളെ നോക്കി സമയം മിസ് ക്ലാര. ഓലെ നമ്മളെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സെൻസ് ഡെവലപ്പ് ചെയ്യണം. 5 സെൻസ്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. കാഴ്ച,
കേൾവി, കേൾവി, ടേസ്റ്റ്, സ്മെല്ല്, മധുരം, ടച്ച്. ടച്ച്. ഈ 5 സെൻസ് കുഞ്ഞുങ്ങൾക്ക് സെൻസ് ഡെവലപ്പ് ചെയ്യ, അതിലൂടെയല്ലേ സംസാരം, അതുപോലെ കാണുന്നത്, പറയുന്നത്, കേൾക്കുന്നത്, ഇതൊക്കെ അതിലൂടെ അല്ലേ കിട്ടുക. അപ്പൊ ഈ സെൻസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നില്ല. നമ്മൾ എന്താ പറയാ, ഓന് കളറ് തിരിച്ചറിയണില്ല കേട്ടോ, ഓന് ചുവപ്പ് കൊടുത്താൽ പച്ച എന്നാ പറയുന്നത്, മഞ്ഞ കൊടുത്താൽ ചുവപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് ആ കുഞ്ഞിന്റെ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ആവാം. കേൾക്കുന്നുണ്ട്, എത്ര വിളിച്ചാലും ചെവി കേൾക്കൂല, ഫോൺ അങ്ങോട്ട് കിട്ടിക്കാണ് പിന്നെ ചെവി കേൾക്കൂല എന്ന് പറയും. ചെവിക്ക് പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ള പാരന്റ്സ് ശ്രദ്ധിക്കില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഇത്തരം ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടെത്തുന്നത് ടീച്ചേഴ്സാണ്. കുഞ്ഞിന്റെ കാഴ്ച പ്രശ്നമാവട്ടെ, കേൾവി പ്രശ്നമാവട്ടെ, അതുപോലെ സംസാര പ്രശ്നം, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ട, സ, ക, ത, പ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉച്ചരിക്കുന്ന സമയത്തുള്ള ഉച്ചാരണ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുന്നത് ആരാണ്? ടീച്ചേഴ്സാണ്. അപ്പൊ അവിടെ ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കുഞ്ഞുങ്ങളുടെ സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ കൊടുക്കുന്ന വിദ്യാഭ്യാസം. കുഞ്ഞുങ്ങളുടെ സെൻസ് ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുക. അവിടെ നമുക്ക് ഒരുപാട് ടോയ്സും മെറ്റീരിയൽസും എല്ലാം നമുക്കുണ്ട്. ഇവിടെയാണ് ടീച്ചേഴ്സിന്റെ ഇമ്പോർട്ടന്റ്. ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പം ബാക്കിയുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം നീഡാണ്, ആവശ്യങ്ങളാണ്. പായയെ നമ്മൾ നിർത്തുന്നത് നമുക്ക് പുറത്തു പോകണം, നമുക്ക് ജോലിക്ക് പോകണം, അത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ ആ ആവശ്യത്തിന് ഇവിടെ എന്ത് വേണം? കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ രീതിയിൽ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പൊ അതിന് ഒരു ആയയെ നിർത്തുന്നതിനേക്കാളും ഹെൽപ്ഫുൾ ആണ് എന്ത്? ഇത്തരം കെയർ സെന്ററുകൾ, ഡേ കെയർ, പ്രീ KG പോലുള്ള നഴ്സറി സിസ്റ്റം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യവും പ്രാധാന്യവും ജസ്റ്റ് ഒരു നോട്ടായിട്ട് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വിട്ടുതരാം. കാരണം ഓരോ ചാപ്റ്റർ വൈസും ഈ ഒരു പോയിന്റ് വൈസ് കഴിയുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പാരഗ്രാഫ് ആയിട്ട് വിട്ടെന്നാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് തന്നെ എഴുതാൻ പറ്റും. അപ്പം കുറെ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത് ഇതില്. ഈ ആ പോയിന്റ്സ് എല്ലാം കൂടെ നമുക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതിയാൽ മതി. ഈ രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം നിങ്ങൾ എപ്പോഴും ലെക്ചർ നോട്ട് എഴുതണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലെക്ചർ നോട്ട് ചെയ്യാം. അടുത്ത പോയിന്റ് നമുക്ക് വരുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങളാണ്. ഇത് ഒരൊറ്റ ക്ലാസ്സിന് എടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരുപാട് മെറിറ്റ് മാത്രമല്ല ഉണ്ടാവുക, ഡീമെറിറ്റ്സും ഉണ്ടായിരിക്കും. എന്തൊരു കാര്യം എടുത്താണെങ്കിലും മെറിറ്റും ഉണ്ടായിരിക്കും, ഡീമെറിറ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം 9:11 നമുക്ക് 8:17 സ്റ്റാർട്ട് ചെയ്തത്. 8:10 നമ്മൾ ലൈനിൽ വന്നാലും നമുക്ക് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പം നോട്ട്സ് വിട്ടുതരാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നോട്ട്സ് എഴുതിയെടുക്കണം കേട്ടോ. ഒരിക്കലും ഫോണിൽ വെച്ചിട്ട് ആ ഫോണിൽ ചെക്ക് ചെയ്ത് എടുക്കരുത്. അത് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. കാരണം എന്താന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മുടെ ഫോണിന് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നോട്ട്സ് ഒക്കെ പോകും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പ്സിലൊക്കെ, എന്റെ ഫോൺ ഹാങ് ആയി, നിങ്ങൾ ആ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് തരുമോ ഒരിക്കലും. നോട്ട്സ് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. നോട്ട്സ് ഓൺ ദ സ്പോട്ടിൽ ഒന്ന് നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതുക, രണ്ടാമത്തത് നിങ്ങൾക്ക് വിട്ടിടുന്ന നോട്ട്സ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഞാനിപ്പോ നോട്ട്സ് വിട്ടുതരാം കേട്ടോ. ഓക്കെ മാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. Right. ഓക്കെ.